വെൽക്കം ബാക്ക് ടു എഡ്യുവാല 2.0. +1 എക്കണോമിക്സ് പരീക്ഷയിലെ ഫൈനൽ എക്സാമിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായും വരും ഉറപ്പുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് ഷുവറായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഇത് പഠിച്ചാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ സ്റ്റാറ്റിയും ഇക്കണോമിക്സ് തിയറി പോർഷനും പ്രോബ്ലംസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇതിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസും 4 മാർക്ക് ഇവിടെ ഇട്ടിരിക്കുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനമാണ്. റൂറൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഷുവറായിട്ട് പഠിക്കുക. റൂറൽ ഡെവലപ്മെൻറ്റ് എന്താണ്? നമ്മൾ ബാക്ക്വേർഡ് ഏരിയാസിൽ ഗവൺമെൻറ് തുടങ്ങുന്ന കുറച്ച് അസിസ്റ്റൻറ്റ് പ്രോഗ്രാംസുകൾ ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദ വേൾഡ് സൊസൈറ്റി ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്. ഒരു സൊസൈറ്റിയിൽ ഹ്യൂമൻ ക്യാപിറ്റൽ, അതുപോലെ തന്നെ അവിടുത്തെ ഏരിയ, അവിടുത്തെ അതർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം ഡെവലപ്പ് ആയെങ്കിലാണ് നമ്മൾ റൂറൽ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. അത് 2 മാർക്കിനാണ് ചോദിക്കുക. 2-3 സെന്റൻസ് ഉണ്ടായിരിക്കണം. ദെൻ റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് പൈലറ്റ് സർവേ. പൈലറ്റ് സർവേ എന്ന് വെച്ചാൽ എന്താ? ട്രൈ ഔട്ട് ദ ക്വസ്റ്റ്യനെയർ അല്ലെ. ക്വസ്റ്റ്യനെയർ നമ്മളൊന്നുകൂലും ട്രൈ ഔട്ട് നടത്തുന്നതിനാണ് പൈലറ്റ് സർവേ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്താ? നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അക്യുറസി ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. നമ്മുടെ ക്വസ്റ്റ്യനെയർ എത്രത്തോളം ബാക്കിയുള്ള ആൾക്കാർക്ക് എത്തുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു മെറിറ്റും അതുപോലെ ഇതും പഠിക്കാം, ആ ഒരു സെൻറ്റൻസും പഠിക്കാം. ദെൻ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് ഘട്ടങ്ങൾ, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അത് ഓർഡർ വൈസിൽ തന്നിട്ട് നിങ്ങൾക്ക് ഡിസോർഡർ ആക്കിയിട്ട് തരാം. അതായത് ഓർഡർ വൈസിൽ എഴുതാൻ പറയാം. അതല്ല എങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരാം. അതും അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ചോദിക്കാം. അപ്പോൾ 4 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ കുറഞ്ഞത് ചോദിക്കാറ് കേട്ടോ. ദെൻ എനി 2 യൂസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പറിൻ്റെ ഏതെങ്കിലും 2 യൂസ് തിയറി ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലെ തിയറീസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കിലെ തിയറീസ് നല്ല പോലെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 4 കോസസ് ഓഫ് പോവർട്ടി. 4 കോസസ് ഓഫ് പോവർട്ടി ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ലാക്ക് ഓഫ് അസറ്റ്സ്, ലോ ഇൻകം, ഇനീക്വാളിറ്റി, ഡിസ്ക്രിമിനേഷൻ, ഇൻഫ്ലേഷൻ, മൽന്യൂട്രീഷൻസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കോഴ്സിൽ ഇതിലൊരു 4-5 എണ്ണം ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. ദെൻ ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും എംപ്ലോയ്മെൻറ്റ് ചാപ്റ്ററിലാണ് വരുന്നത്. അതായത് സംഘടിത തൊഴിലാളി മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള ഡിഫറൻസ്, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് എന്നും ചോദിക്കാം. ഫോർമൽ ഓർ ഇൻഫോർമൽ സെക്ടർ എന്നും ചോദിക്കാം. അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ ഇമ്പോർട്ടൻസ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എന്താണ്? പോളിസി ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, വിലോണിമസ് ഡാറ്റാനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, കോംപ്ലക്സ് വേർഡ്സിനെ ഷോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എക്കണോമിക്സിൻ്റെ മെയിൻ ടൂളാണ്. അതെല്ലാം പഠിക്കണം. അതെല്ലാം 3 പോയിന്റ് 3 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 5-6 പോയിന്റുകൾ അതിൽ പഠിച്ചിരിക്കുക. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 3 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ നമുക്ക് പ്രൈമറി സെക്കൻഡറി ഡാറ്റ അല്ല. ക്ലാസിഫിക്കേഷൻ ഓൺ ക്രോണോളജിക്കൽ ബേസിസ്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, അതേപോലെ സ്പേഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈം അനുസരിച്ച്, പ്ലേസ് അനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ച്, ക്വാണ്ടിറ്റി അനുസരിച്ച് 4 കാറ്റഗറീസ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ചോദിക്കുന്നത്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഓർഗാനിക് ഫാമിംഗ് ആൻഡ് ഫോർ ബെനിഫിറ്റ്സ്. ഓർഗാനിക് ഫാമിംഗ് എന്താണ്? യൂസ് ഓഫ് ബയോ പെസ്റ്റിസൈഡ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ കൃഷി നടത്തുന്നതാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയാം. അതിൻ്റെ ബെനിഫിറ്റ്സ് 4 എണ്ണം. അതായത് എന്താണ്? മണ്ണിൻ്റെ, സോയിലിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നഷ്ടപ്പെടുന്നില്ല. പിന്നെ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്നില്ല. നല്ല മെൽന്യൂട്രീഷൻസ് ഉണ്ടാവും. അങ്ങനെ മാർക്കറ്റിൽ വാല്യൂ ഇൻക്രീസ് ചെയ്യും. മാർക്കറ്റ് പ്രൈസ് കൂടുതൽ കിട്ടും. എംപ്ലോയ്മെൻറ്റ് ഒരുപാട് പേർക്ക് കിട്ടും. അതൊക്കെയാണ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. ദെൻ ഷോർട്ട് നോട്ട് ഓൺ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഗോൾസ് ഓഫ് 5-year പ്ലാൻസിൻ്റെ സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ, ഇക്വിറ്റി, ഗ്രോത്ത്, അതൊക്കെയാണ് 4 ഗോൾസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. കാരണം ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഓരോന്നും ഒരു 2-3 സെൻറ്റൻസ് വീതം നമുക്ക് എഴുതിയിരിക്കണം. ദെൻ ഷോർട്ട് നോട്ട് ഓൺ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് ചൈന. ഇതിൽ നമ്മൾ 10ാം പാഠത്തിൽ ചൈനയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അറിയുക അതൊക്കെ എഴുതാം. അവരെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡും അതുപോലെ തന്നെ അവരെന്നാണ് ഇൻഡിപെൻഡൻ്റ് ആയതെന്നും എല്ലാം നമ്മളതിൽ എഴുതണം. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ട്. ഇത് സ്കാറ്റർ ഡയഗ്രാം ആണ്. സ്കാറ്റർ ഡയഗ്രാം എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ അത് വരയ്ക്കാനും കിട്ടണം. 5 ടൈപ്പ്: പോസിറ്റീവ്, നെഗറ്റീവ്, പെർഫെക്റ്റ്ലി പോസിറ്റീവ്, പെർഫെക്റ്റ്ലി നെഗറ്റീവ്. ദെൻ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. 4 സോഴ്സസ് ഉണ്ട്: മൈഗ്രേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്,
ആ ഒരു 4-5 സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ 4 മാർക്കിന് പഠിക്കാം. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാൻ 4 മാർക്കിന്. അപ്പോൾ ഒരു 3-4 പോയിന്റുകൾ ഉണ്ടായിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് എനി 4 സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇത് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോയതാണ് 5 മാർക്ക്. സാധാരണ നമുക്കിത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്കിലേക്കും പോവാറുണ്ട്. അപ്പോൾ 8 മാർക്കിനുള്ള കണ്ടന്റ് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാം. സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചോദിക്കുമ്പോൾ 8 മാർക്കിൻ്റെ കണ്ടന്റ് പോലെ പഠിക്കുക. 5 മാർക്കിൻ്റെ കണ്ടന്റ് 5 പോയിന്റ് മതിയെങ്കിൽ അതിലങ്ങനെ എഴുതാം. ദെൻ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം, അത് 8 മാർക്കിന് തന്നെയാണ് നമ്മളോട് ചോദിക്കാറുള്ളൂ. അതും 8 മാർക്കിൻ്റെ കണ്ടന്റ് വെച്ചിട്ട് 3 സെക്ഷനിലും സെൽഫ് എംപ്ലോയ്മെൻറ്റുകൾ, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, സേഫ്റ്റി സെക്യൂരിറ്റി പ്രോഗ്രാമിൽ 3 എണ്ണത്തിൽ നിന്നും ഒരു 4 എണ്ണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാമിലേക്ക് അത് 8 മാർക്ക് ആവുള്ളൂ. ദെൻ ന്യൂ ഇക്കണോമിക് പോളിസി 1991, ഇത് ചാപ്റ്റർ 3 ആണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസി എങ്ങനെയാണ് എഫക്റ്റ് ആയതെന്നാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം എഴുതണം. എന്തുകൊണ്ടാണ് നമ്മളത് നടപ്പിലാക്കിയത്? അത് നമ്മുടെ ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ട് IMFനോട് ചോദിക്കുമ്പോൾ അവരുടെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തതിൻ്റെ പ്രകാരമായിട്ടാണ് നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1991. ആ ബാക്ക്ഗ്രൗണ്ട് എഴുതിയിട്ട് അത് പ്രകാരം LPG കംപ്ലീറ്റ് എഴുതണം. അപ്പോൾ ലിബറലൈസേഷൻ എന്താണ്, പ്രൈവറ്റൈസേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് അത് അതിൽ എഴുതണം കേട്ടോ. നിങ്ങൾ അടുത്തത് അറിയേണ്ടത് ഒരു 4-5 എണ്ണം മെയിനായിട്ട് വരയ്ക്കാൻ അറിയേണ്ടത്. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ അറിയാം, 4 മാർക്കിന് ചോദിക്കും. ഒബ്ജക്റ്റീവ് 5 മാർക്കിന് ചോദിക്കും. കൊറിലേഷൻ നമുക്ക് സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനാണ് നമ്മളോട് ചോദിക്കുക കേട്ടോ. അതാണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുള്ളത്. ദെൻ പൈ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. ഒന്നെങ്കിൽ ആസ്പിയർ ആവാം, അല്ലെങ്കിൽ ഫെഷർ ആവാം, അല്ലെങ്കിൽ സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡിലുള്ള ഇൻഡെക്സ് നമ്പർ ആവാം. അപ്പോൾ ഈ 5 എണ്ണവും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ, ഒബ്ജക്റ്റീവ് വരയ്ക്കാൻ, കൊറിലേഷൻ കാണാൻ, അതേപോലെ. അപ്പോൾ നോക്കിയാൽ 4, 9, 11, ദെൻ 15 മാർക്കോളം ഇതിൽ തന്നെ നമുക്ക് കിട്ടും. അതേപോലെ ഈ പോവർട്ടി അലീവിയേഷനും ഇതും ഒഴികെ നമ്മളോട് പിന്നീട് എക്സ്ട്രാ ആയിട്ട് ഇതേപോലെ പ്രോബ്ലം വൈസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മീൻ മീഡിയൻ മോഡിൻ്റെ കാൽക്കുലേഷൻ 8 മാർക്ക്. അപ്പോൾ നിങ്ങൾ മാക്സിമം മീൻ മീഡിയൻ മോഡ് കാണുകയാണ് സുഖം, തിയറി പഠിക്കുന്നേക്കാൾ. ഇത് 8 മാർക്കിന് നമുക്കിത് ഡെഫിനറ്റ് ആയിട്ട് ചെയ്താൽ കിട്ടും. അപ്പോൾ തിയറി കംപ്ലീറ്റ് എഴുതി പഠിക്കണം എന്നില്ല, എന്ത് ചെയ്താൽ മതി, ഇത് 8 മാർക്കിന് പഠിക്കാം. ഇത്രയാണ് ഷുവറായിട്ട് നമുക്ക് +1 എക്കണോമിക്സിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.